ഞാൻ ഈ വടിയും പിടിച്ച് നിൽക്കണം എന്തിനാണെന്നറിയോ? ഇവിടുത്തെ മാവിൽ നിറച്ച് മാങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്കാലത്തൊക്കെയുള്ള വെക്കേഷനൊക്കെ ആകുമ്പോഴാണല്ലോ നമ്മൾ ഈ മാവ് പൂക്കാറ്. അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ അനിയത്തിയുടെ എൻ്റെ മെയിൻ ഒരു ഹോബി പച്ച മാങ്ങ പറിച്ച് നല്ല ഉപ്പും മുളക് പൊടിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കണതാണ്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ മാങ്ങ അത്ര വലുതായിട്ടില്ല, എന്നാലും ചിലതൊക്കെ വലുതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറിച്ചിട്ടൊന്ന് ഉപ്പും കൂട്ടി കഴിച്ചാലോ. കൂടുതലും കണ്ണിമാങ്ങയാണ് ഇപ്പോൾ ഉള്ളത്, പക്ഷേ ചിലതൊക്കെ വലുതായിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ. അതെ, പക്ഷെ അത് നല്ലതായിട്ടില്ല. അതെ, ഇതോ കൃഷ്ണേട്ടാ, പറിക്കാം. യെസ്, എവിടെ പോയി? ചെറുപ്പത്തിലൊക്കെ ചെയ്യണ പോലെ നമ്മൾ ആദ്യം ഇതിൻ്റെ കറ കളയില്ലേ, കല്ലിൽ ഉരച്ചിട്ട് അങ്ങനെ ഉരയ്ക്കാം. യെസ്, നല്ല മണമുണ്ട് കേട്ടോ, നല്ല പച്ചമാങ്ങയുടെ മണം. ഇനി നമുക്കിത് കല്ലിട്ട് ചതയ്ക്കാം അല്ലേ. കാന്താരി കൂട്ടിയാലോ? ഇവിടെ കാന്താരിയും ഉണ്ട്, കാന്താരി മുളക് കുറച്ചെണ്ണ ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ കഴുകാം. ഇനി നമ്മൾ ഇത് ചതയ്ക്കുന്ന കല്ലും ഉപ്പും മുളക് പൊടി വെളിച്ചെണ്ണ എല്ലാം കൂടി എടുത്തിട്ട് വരാം. മുറിക്കാം. പുളിയുണ്ടോ നോക്കട്ടെ കേട്ടോ. നല്ല മാങ്ങ. ചെറിയ കഷ്ണാക്കണം. അയ്യോ, കല്ലുപ്പില്ല. വേണോ? കല്ലുപ്പായിരിക്കില്ലേ ടേസ്റ്റ്. വെളിച്ചെണ്ണ എടുത്തിട്ട് വരാം. പാകത്തിന് നമ്മളെ കല്ലുപ്പിട്ട് കൊടുക്കാം. ഇത് മുളക് പൊടി കുറച്ചിടാം, വേണമെങ്കിൽ നോക്കിയിട്ട് ഇടാം കേട്ടോ. ചതക്കട്ടെ. വെളിച്ചെണ്ണ ലാസ്റ്റ്. ഇവിടെ വെച്ചാൽ പറ്റൂല, ഇത് ഇവിടെ വെച്ചിട്ട് ചതയ്ക്കാൻ പറ്റുന്നില്ല. നമുക്ക് വേറെ എവിടെയെങ്കിലൊക്കെ വെക്കാം. ഈ കല്ലിൻ്റെ അവിടെ വെക്കാം. നല്ല മണം. നല്ല മണമുണ്ട് കേട്ടോ. എനിക്ക് വായിൽ വെള്ളം വന്നിട്ട് വയ്യ. എന്തായാലും വേഗം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കഴിക്കാം.
ഒരെണ്ണം എടുക്കാം. വേണോ? കഴിക്കട്ടെ. ഭയങ്കര ടേസ്റ്റ്. ഒരു മിനിറ്റ്, ഒരു കാന്താരി ഉണ്ടല്ലോ, നല്ല എരിവായിരിക്കും. എരിവുണ്ട്. ആ എരിവുണ്ട്, പക്ഷെ ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ കഴിക്കാം. നമ്മൾ രണ്ടുപേരും കൂടെ തീർത്ത് ലാസ്റ്റ് ആർക്ക് വേണം? ഞാൻ കഴിക്കട്ടെ. വൈകുന്നേരമായി, നല്ല ചൂടല്ലേ ഇപ്പം. അപ്പം ഞാൻ കരുതി ചെമ്പരത്തി ഇല താളിയാക്കിയിട്ട് തലയിൽ തേച്ച് കുളിക്കാമെന്ന്. അപ്പോൾ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും. അപ്പോൾ ഇവിടെ ചെമ്പരത്തി ഉണ്ട്. തളിരില പറിക്കാം അല്ലേ, അതാണ്. ഒരു പൂവും പറിക്കാം കേട്ടോ. ഇത് നമ്മൾ കല്ലിൽ ഉരച്ചിട്ട് താളിയാക്കാം. അതിന് മുമ്പ് നന്നായിട്ട് കഴുകണം, പൊടിയുണ്ട്. ഇത് കണ്ടോ ബോഗൻവില്ല, ഞങ്ങളിത് പിന്നെ വെട്ടാണ്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ, കുറച്ച് ഹൈറ്റിൽ വളരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിലതിലൊക്കെ നല്ല പൂവുണ്ടായിട്ടുണ്ട് ഇപ്പം. ഇത് ആ സൈഡിൽ നല്ല പൂവാണ് കണ്ടോ. എൻ്റെ ഡ്രസ്സും ഈ പൂവിൻ്റെ കളറും സെയിം. നല്ല രസമല്ലേ? പിന്നെ ഈ മരങ്ങളൊക്കെ ഞങ്ങൾ വെച്ചപ്പം ഈ ഞങ്ങളെ ഫസ്റ്റ് ഫ്ലോറില്ലേ, അതിൻ്റെ അത്ര ഹൈറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു 1.5 കൊല്ലം കൊണ്ട് 2 കൊല്ലം ആവാറാവണേ ഉള്ളൂ. ഡേ ഇത്ര ഹൈറ്റായി. അവിടെ ദൂരെ കണ്ടൊരു മല, അത് ചെമ്പ്രമലയാണ് കേട്ടോ. ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ ഈ മലയുടെ മുകളിലൊക്കെ പോകാറുണ്ട്. ഈ മലയുടെ മുകളിൽ ഹാർട്ട് ഷേപ്പിലൊരു കുളമുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് പോകണം ഒരു തവണ. നല്ല ഹൈറ്റിൽ പോകണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഹാർട്ട് ഷേപ്പിലാണ് ആ കുളം ഇരിക്കണേ പോലും. ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്നൊക്കെ കുറേ പേര് പോയിട്ടുണ്ട്, അച്ഛനൊക്കെ പോയിട്ടുണ്ട്, വിഷ്ണുവേട്ടനും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ പോയിട്ടില്ല, എനിക്കും പോകണം. അപ്പോൾ നമുക്കിനി താളി ഉണ്ടാക്കാം. നമ്മൾ നന്നായി കഴുകിയിട്ടുണ്ട്. ഇനി ഇത് കല്ലിലിറക്കാം. അപ്പം ഞാൻ ഇതിലെ നല്ലോണം അരച്ചിട്ടുണ്ട്. ഇനി ഇതിന്ന് ആ ജെല്ല് പോലത്തെ സംഭവമല്ലേ, അത് പിഴിഞ്ഞെടുത്തിട്ട് സാധാരണ തലയിൽ തേക്കണ പോലെ തേച്ചിട്ട് കുളിക്കട്ടെ. ബൈ.
അപ്പം ബായ്.